ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹൈപ്പർപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു സർക്കാർ ഉദ്യോഗം ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തര പരിശ്രമത്തിലേർപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആദ്യമേ ഞാൻ ആശംസിക്കുകയാണ്. യുവജനങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വാചകം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് പരാജയപ്പെടാനുമാവില്ല. ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ് മൗലിക കടമകൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ മൗലിക കടമകളെന്നോ മൗലിക ചുമതലകളെന്നോ മൗലിക കർത്തവ്യങ്ങളെന്നോ പറയാം. ഓൾ ആർ സെയിം. ഇംഗ്ലീഷിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഇത് ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തരം മത്സര പരീക്ഷകളിലും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. LGS മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരെ ഈ ടോപ്പിക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഡിഗ്രി കഴിഞ്ഞവർക്കും ഇതാ ഒരു സുവർണ അവസരം LGS പരീക്ഷ എഴുതാൻ. ഏതാണ്? കമ്പനി ബോർഡ് LGS ഇതാ ഉടനെ വിളിക്കാൻ പോകുന്നു. ഡിഗ്രി കഴിഞ്ഞവർക്കും ആ പരീക്ഷ എഴുതാൻ അവസരമുണ്ട്, അവകാശമുണ്ട്. ഇനി ഡിഗ്രി ലെവലിലുള്ള നിരവധി പരീക്ഷകളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏത് യോഗ്യതയുള്ളവർക്കും സർക്കാർ ഉദ്യോഗം നേടാനുള്ള സുവർണ അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. LGS ലെവല്, 10ാം ക്ലാസ് ലെവല്, ഡിഗ്രി ലെവല്, ഇങ്ങനെ നിരവധി പരീക്ഷകൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു കുഞ്ഞു ടോപ്പിക്കാണ് മൗലിക കടമകൾ. ആദ്യമേ ഞാനൊരു ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾക്ക് 1 മാർക്കിനെങ്കിലും പ്രയോജനപ്രദമാകും ഈ ക്ലാസ്. യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യമെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ഭംഗിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ പൗരന് രാഷ്ട്രത്തോടുള്ള ധാർമ്മികമായ കടമകളെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം നിങ്ങൾക്കറിയാം, മൗലിക അവകാശങ്ങൾ. 3ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു പൗരന്റെ അവകാശങ്ങൾ. പക്ഷെ പൗരന് അവകാശങ്ങൾ മാത്രമല്ല, ചില കടമകൾ കൂടി ഉണ്ട് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവകാശങ്ങൾ മാത്രമല്ല, നമുക്ക് രാഷ്ട്രത്തോട് ചില കടമകളുണ്ട്. അത് നിയമപരമായ കടമകളല്ല, ധാർമ്മികമായ കടമകളാണ്. മോറൽ ഓബ്ലിഗേഷൻസ് ആണ്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഒരു പൗരന് രാഷ്ട്രത്തോടുള്ള ധാർമ്മികമായ കടമകളെയാണ് മൗലിക കടമകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, മൗലിക അവകാശങ്ങൾ നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു. എന്നാൽ മൗലിക കടമകൾ എന്നൊരു അധ്യായം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു. പിന്നീടാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഇല്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം. കാരണം ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യത്തിൽ ഈ ഒരു സെന്റൻസും വേണമെങ്കിൽ ചോദിക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ എന്നൊരു അധ്യായം ഇല്ലായിരുന്നു. ശരി, ഉത്തരം സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോവുക ഓരോ കാര്യവും.
അപ്പം ഭരണഘടന നിലവിൽ വന്നപ്പോൾ, അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പൗരന്റെ അവകാശങ്ങൾ, പൗരന്റെ മൗലിക കടമകൾ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് അത് എപ്പോഴാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ അഥവാ മൗലിക ചുമതലകൾ അഥവാ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഒരു 10 മൗലിക കടമകള് ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തി. 1950 ജാനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ഭരണഘടനയിൽ മൗലിക കടമകളില്ലായിരുന്നു. 1976 42-ാം ഭേദഗതിയിലൂടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന 42-ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 42-ാം ഭരണഘടനാ ഭേദഗതി 1976. നിർബന്ധമായും ഇയർ കൂടി അറ്റാച്ച് ചെയ്തേ പഠിക്കാവൂ. ഇല്ലെങ്കിൽ ഈ ചോദ്യം എങ്ങനെ ചോദിക്കാം? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ 42 പഠിച്ചാൽ മതിയോ? പോരാ. 1976 42-ാം ഭേദഗതി അങ്ങനെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെ 10 മൗലിക കടമകൾ ആദ്യമായി 76 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? PSCയുടെ അടുത്ത സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നല്ല ചോദ്യമാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി 42-ാം ഭേദഗതി. അങ്ങനെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ഒരു പോയിന്റും വിട്ടുപോകരുത്. ഇനി മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടം വാങ്ങിയത്? ദി ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യ ബോറോഡ് ഫ്രം USSR, പഴയ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിങ്ങൾക്കറിയാം. കടം കൊണ്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് നിങ്ങൾക്കറിയാം. എന്ത് കടം വാങ്ങിയെന്ന് ചോദിക്കരുത്, എന്ത് കടം വാങ്ങിയില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ ശരി. ഒരുപാട് ഭരണഘടനകളിൽ നിന്ന്, ലോകത്തിലെ ഏതാണ്ട് 60ഓളം ഭരണഘടനകൾ പരിശോധിച്ചിട്ടാണ് അംബേദ്കർ അതിൽ നിന്ന് നല്ല ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ പഴയ സോവിയറ്റ് റഷ്യയിൽ നിന്ന്, USSRൽ നിന്നാണ് ഈ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവില് 25 ഭാഗങ്ങളുണ്ട്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർത്തതും ഒക്കെ ചേർത്ത് 25 ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ 25 ഭാഗങ്ങളിൽ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ 4A എന്ന ഭാഗത്താണ്. കണ്ടോ, കൂട്ടിച്ചേർത്തത് കൊണ്ടല്ലേ A, B അങ്ങനെയൊക്കെ വരാൻ സാധ്യത. ഇല്ലെങ്കിൽ 1, 2, 3, 4 അങ്ങനെ പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം 4-ാം ഭാഗം കഴിഞ്ഞിട്ട് 5 തുടങ്ങുന്നതിന് മുമ്പായിട്ട് 4ന്റെയും 5ന്റെയും ഇടയിലായിട്ട് ഒരു ഭാഗം കൂട്ടിച്ചേർത്തു, മൗലിക കടമകൾ 42-ാം ഭേദഗതിയിലൂടെ. അപ്പം മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A, പാർട്ട് 4A. ഇനി മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്, ആർട്ടിക്കിൾ ഏത്, വകുപ്പേത്? ആ സബ്സ്റ്റിറ്റ്യൂട്ട് വാക്കുകളൊക്കെ പഠിക്കണേ. ആർട്ടിക്കിൾ ഇംഗ്ലീഷ് പറയുന്നു, വകുപ്പെന്നോ അനുച്ഛേദമെന്നോ പറയാം. ഭരണഘടനയിലെ
അനുച്ഛേദങ്ങളെ നമ്മൾ സാധാരണ സെക്ഷൻ എന്നല്ല പറയുന്നത്, മറ്റ് നിയമങ്ങളിലാണ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഭരണഘടനയിലെ അനുച്ഛേദം 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം 4A ഭാഗം അനുച്ഛേദം 51A. ക്ലിയർ അല്ലേ? വ്യക്തമായി മനസ്സിലായല്ലോ? ഇനി നോക്കുക, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ് 4ാം ഭാഗമുണ്ട്. നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ പഠിക്കാം. ആ 4ാം ഭാഗത്തിൻ്റെ 4ാം ഭാഗം കഴിഞ്ഞാണ് 4A ഉൾപ്പെടുത്തിയത്. ആ മാർഗനിർദ്ദേശക തത്വങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ന്യായവാദത്തിന് അർഹമല്ല, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മൗലിക കടമകളും ന്യായവാദത്തിന് അർഹമല്ല. നോൺ ജസ്റ്റിസബിൾ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നവയാണ്, ന്യായവാദത്തിന് അർഹമാണ്, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതാണ്. മൗലിക അവകാശങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം. ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഇന്ത്യൻ ഭരണഘടനയിലെ 226 വകുപ്പ് പ്രകാരം ഹൈക്കോടതിയിലോ 32 വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയിലോ പോകാം. അങ്ങനെ റിട്ടിലൂടെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് മൗലികാവകാശങ്ങൾ ന്യായവാദത്തിനർഹമാണ്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ പോലെ തന്നെ മൗലിക കടമകളും ന്യായവാദത്തിനർഹമല്ല. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ ന്യായവാദത്തിന് അർഹമല്ലാത്ത 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വച്ചോളൂ. ആമുഖം, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. ഇത് 3ഉം കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റിസിബിൾ ആണ്. അപ്പൊ ന്യായവാദത്തിന് അർഹമായത് ഏതാണ്? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാം. അതിൻ്റെ ആർട്ടിക്കിൾ വരെ ഞാനിപ്പോൾ പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ന്യായവാദത്തിന് അർഹമല്ലാത്ത 3 കാര്യങ്ങൾ: ആമുഖം, പ്രിയാമ്പിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. ക്ലിയർ അല്ലേ? പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ 1999 നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അതായത് മൗലികാവകാശങ്ങൾ നോൺ ജസ്റ്റിസിബിൾ ആണ്, നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ എന്ന് പറയാം, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ ചില മൗലിക കടമകൾ നിയമപരമായി നടപ്പാക്കാൻ കഴിയില്ലേ എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 1999 ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ആ കമ്മിറ്റി ഏത് കമ്മിറ്റിയാണെന്ന് പറയാമോ? വർമ്മ കമ്മിറ്റി. വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ 1999 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? വർമ്മ കമ്മിറ്റി. പക്ഷെ മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ന്യായവാദത്തിന് അർഹമല്ല എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. ചില മൗലിക കടമകൾ നടപ്പാക്കാൻ കഴിയുമോ, നിയമപരമായി നടപ്പാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 1999 ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പേര് വർമ്മ കമ്മിറ്റി. വർമ്മ കമ്മിറ്റി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ബാധകമായുള്ളൂ. ഇതൊക്കെ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങളെ കുഴപ്പിക്കാം. ഇന്ത്യയിലെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ വിദേശികളുമുണ്ട്, ഇവിടെ താമസിക്കുന്ന വിദേശികളുമുണ്ട്. പക്ഷെ ആ വിദേശികൾക്ക് മൗലിക കടമകൾ ബാധകമാണോ? അല്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ മൗലിക കടമകൾ ബാധകമുള്ളൂ. മറ്റൊരു രാജ്യക്കാരന് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനുള്ള കടമയൊന്നുമില്ല. ആ കടമ ഇന്ത്യൻ പൗരന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പൗരന് മാത്രമേ മൗലിക കടമകൾ ബാധകമുള്ളൂ. എന്നാൽ മൗലികാവകാശങ്ങളിൽ ചിലത്
വിദേശികൾക്കും ബാധകമാണ്. ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ബാധകമുള്ളൂ. അത് മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ബാധകമായുള്ളൂ എന്ന് ഓർത്തോളുക. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലെത്ര മൗലിക കടമകളുണ്ട്? 1976 42 ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. അങ്ങനെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. 1976 അടിയന്തരാവസ്ഥ സമയമാണ്, ഓർക്കണം. അപ്പം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആ സമയത്ത് രാഷ്ട്രപതിയുടെ പേര് കൂടി ഓർമ്മിച്ചോളൂ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 10 മൗലിക കടമകൾ 42 ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. അങ്ങനെ 10 മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2002 ഒരു മൗലിക കടമയും കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ നിലവില് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളുണ്ട് എന്ന് ചോദിച്ചാൽ 11 മൗലിക കടമകളുണ്ട്. എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ നിലവില് 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. നോക്കൂ, 10 മൗലിക കടമകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്തത് 42 ഭേദഗതി ആർട്ടിക്കിൾ 51A എ മുതൽ ജെ വരെ. അപ്പോൾ 10 ആവുമല്ലോ. ABCD എണ്ണിയൊക്കെ അറിയാം. എ മുതൽ ജെ വരെ 10 മൗലിക കടമകളാണ് 42 ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയത്. അപ്പൊ 11ാമത്തെ മൗലിക കടമ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ എന്തായിരിക്കും? 51A കെ, ജെ കഴിഞ്ഞിട്ട് കെ. 51A കെ എന്ന് പറയുന്ന 11ാമത്തെ മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലും ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടാകണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ വരുന്നു? ഇന്ത്യൻ ഭരണഘടനയില് 11ാമത് മൗലിക കടമ അഥവാ ആർട്ടിക്കിൾ 51A കെ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 86 ഭേദഗതി 2002. ഒരു കാരണവശാലും ഈ ചോദ്യം മറക്കരുത്. ഇന്ത്യൻ ഭരണഘടനയിൽ 11ാമത് മൗലിക കടമ അഥവാ ആർട്ടിക്കിൾ 51A കെ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 86 ഭേദഗതി 2002. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. 2002 86 ഭേദഗതിയിലൂടെ 86 ഭേദഗതിയിലൂടെ 2 ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 2 അധ്യായങ്ങളിലായി. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന 3ാം അധ്യായത്തില് 3ാം ഭാഗത്ത് മൗലിക അവകാശങ്ങളില് ആർട്ടിക്കിൾ 21A എന്ന് ഒരു വകുപ്പ് ഉൾപ്പെടുത്തി. മൗലിക കടമകളില് 51A കെ എന്ന വകുപ്പ് ഉൾപ്പെടുത്തി. ഇത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി വെക്കുക. 86 ഭേദഗതിയിലൂടെ 2002 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 21A എന്ന വകുപ്പും മൗലിക കടമകളിൽ ആർട്ടിക്കിൾ 51A കെയും, മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 21A, മൗലിക കടമകളിൽ 51A കെ ഉൾപ്പെടുത്തി. ഇത് രണ്ടും പറയുന്നത് ഒരേ വിഷയത്തെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 21A ഞാനിവിടെ കൊടുത്തിട്ടില്ല, അത് മൗലിക അവകാശങ്ങളിലുള്ളതായുണ്ട്. പക്ഷെ അതുകൂടെ പറഞ്ഞിട്ട് 51A കെ പറയാം. 21A ആർട്ടിക്കിൾ 21A പറയുന്ന എന്താണ്? 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകിയിരിക്കണം എന്ന് പറഞ്ഞാൽ 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം.
പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ വകുപ്പേത്? 21A. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 86-ാം ഭേദഗതി 2002. ക്ലിയർ അല്ലേ? വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കണം. ആർട്ടിക്കിൾ 21A guarantees free and compulsory education to the children between the age of 6 and 14 years. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് ഇന്ന് വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ്. 21A ആണ് ആർട്ടിക്കിള് മൗലികാവകാശങ്ങളിൽ. എന്ന് പറഞ്ഞാൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നത് അവരുടെ മൗലികാവകാശമാണ്. ഇനി നമ്മുടെ ഈ അധ്യായത്തിലെ ആർട്ടിക്കിൾ ഏത്? 51A. അതും എന്താ പറയുന്നത്? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് കടമയുണ്ട്. കണ്ടോ? അപ്പോ പ്രാഥമിക വിദ്യാഭ്യാസം 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ മൗലിക അവകാശവും പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയുമായി മാറി. ക്ലിയറായി പഠിക്കണം. ഈ ആർട്ടിക്കിളിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 2009 ഇന്ത്യൻ പാർലമെന്റ് സുപ്രധാനമായൊരു നിയമം പാസാക്കിയത്. RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. അത് പിന്നീടൊരവസരത്തിൽ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകൾ. 42-ാം ഭേദഗതിയിലൂടെ 1976-ൽ 10 മൗലിക കടമകൾ, 51A-ൽ A മുതൽ J വരെ. 2002-ലെ 86-ാം ഭേദഗതിയിലൂടെ 11-ാമത് മൗലിക കടമ ആർട്ടിക്കിൾ 51A-ൽ K. 51A-ൽ K എന്താ പറയുന്നത്? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഓരോ രക്ഷകർത്താവിനും കടമയുണ്ട്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? പറഞ്ഞ് മനസ്സിലായോ? ഇനി ഇത്രയേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ മൗലിക കടമകളെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടത്. ഇനി മുമ്പൊക്കെ ഇത്രയും പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴ് പരീക്ഷയ്ക്ക് ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊരു ചോദ്യം വരും. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരന്റെ മൗലിക കടമയിൽ ഉൾപ്പെട്ടതേത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തതേത്? അപ്പോൾ നമുക്ക് എന്ത് വേണം? ആ 11 മൗലിക കടമകളും ഓർഡറായി തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കണം. 5-6 തവണ വായിച്ചൊന്ന് ഉറപ്പിച്ചു വെച്ചോളൂ. ഞാൻ കൃത്യമായ ആർട്ടിക്കിൾ ഉൾപ്പെടെ പറയാം. 51A ആർട്ടിക്കിൾ, ആദ്യം ഇവിടെ എ നിട്ടയ്ക്കുന്നത് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 51A-ൽ A ആദ്യത്തെ, ആദ്യം കിടക്കുന്ന A ആർട്ടിക്കിളാണ് കേട്ടോ. ആർട്ടിക്കിൾ 51A-ൽ A ഒന്നാമത്തത്. അങ്ങനെ തന്നെ പഠിക്കും. ഒന്നാമത്തത് എന്താണ്? ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇതൊരു പൗരന്റെ മൗലിക കടമയാണ്, ആദ്യത്തെ മൗലിക കടമ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നത് പൗരന്റെ മൗലിക കടമയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 51A-ൽ A. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഏതാണ്? ആർട്ടിക്കിൾ. ആദ്യം കിടക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, ആർട്ടിക്കിൾ ആണ് ആദ്യത്തെ A കേട്ടോ. ആർട്ടിക്കിൾ 51A-ൽ B രണ്ടാമത്തത്. സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജകം പകർന്ന ഉന്നതമായ ആദർശങ്ങൾ പിന്തുടരുക. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മൾ ഉയർത്തിയ ചില മുദ്രാവാക്യങ്ങളുണ്ട്. ഐക്യത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെ, അഖണ്ഡതയുടെ മുദ്രാവാക്യം. അത് എക്കാലത്തും പ്രസക്തമാണ്. ആ സമരത്തിൻ്റെ ഉത്തേജകം, നമുക്ക് ഉത്തേജകം പകർന്നു തന്ന ഉന്നതമായ ആദർശങ്ങൾ നമ്മൾ പിന്തുടർന്നു കൊണ്ടേയിരിക്കുക. അത് ഉപേക്ഷിക്കരുത്. ദേശീയത എന്ന ബോധം. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജകം പകർന്ന ഉന്നതമായ ആദർശങ്ങളെ പിന്തുടരണമെന്ന് പറയുന്നത് 51A-ൽ B ആണ്. അടുത്ത 51A-ൽ C. ആർട്ടിക്കിൾ 51A-ൽ C മൂന്നാമത്തത്.
ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. ഇതാണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞത് അല്ലെ. ഭാരതത്തിന്റെ പരമാധികാരം, അഖണ്ഡത എന്നിവ കാത്തു സൂക്ഷിക്കുക, അതും ഒരു പൗരന്റെ ചുമതലയാണ്. നമ്മുടെ പരമാധികാരത്തെ ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാൻ നമ്മൾ തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര അധികാരം. നമ്മുടെ രാജ്യത്ത് എന്തു നിയമം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കാണ്. അതിൽ ഒരു വിദേശ ശക്തിയും ഇടപെടാൻ നമ്മൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് നമ്മളോട് പറഞ്ഞു, റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ നിങ്ങൾ ഇനി വാങ്ങരുത്. നമ്മൾ പറഞ്ഞു സൗകര്യമില്ല, അത് ഞങ്ങളുടെ അവകാശമാണ്, നമ്മുടെ സ്വതന്ത്ര അധികാരത്തിൽപ്പെട്ടതാണ്, ഞങ്ങളുടെ പരമാധികാരത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യേണ്ട, പരമാധികാരം അടിയറവയ്ക്കാൻ നമ്മൾ തയ്യാറല്ല. അത് കാത്തു സൂക്ഷിക്കാൻ ഭരണകർത്താക്കൾക്ക് മാത്രമല്ല ഓരോ പൗരനും അവകാശമുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ, 51A D, അതായത് 4ാമത്തെ, ആവശ്യഘട്ടങ്ങളിൽ രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാകുക. അതായത് രാജ്യം ഒരു അപകടാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു വൈദേശിക ശക്തി നമ്മളെ ആക്രമിക്കാൻ വരുന്നു, നമ്മളൊക്കെ ആയുധമെടുത്ത് രാജ്യത്തിന് വേണ്ടി പോരാടാൻ തയ്യാറാകണം എന്നാണ് ഈ കടമ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ആവശ്യഘട്ടത്തിൽ രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും ഓരോ പൗരനും തയ്യാറായിരിക്കണം. അടുത്ത 5ാമത്തത് നോക്കാം, 51A, ആർട്ടിക്കിൾ 51A മതം, ഭാഷ, പ്രാദേശികം എന്നീ വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം വളർത്തുക. പൊതു സാഹോദര്യം വളർത്തുക എന്ന് പറഞ്ഞാലും മതി. മതം, ഭാഷ, പ്രാദേശികം എന്നീ വേർതിരിവൊന്നുമില്ലാതെ, ഒരു വൈരുദ്ധ്യവുമില്ലാതെ, അതിനൊക്കെ മുകളിലായി എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്തുക. സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ്, സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കണമെന്ന് പ്രതിപാദിക്കുന്ന മൗലിക കടമ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നത് പൗരന്റെ മൗലിക കടമയാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? ആർട്ടിക്കിൾ 51A അങ്ങനെയൊക്കെ പഠിക്കണം. ഇപ്പോഴത്തെ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇനി 51 ആർട്ടിക്കിൾ 51A, 51A കൂടെ ഉണ്ട്. 51A F പറയുന്നത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക, സംരക്ഷിക്കുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക, സംരക്ഷിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ആർട്ടിക്കിൾ 51A G, 7ാമത്തത്, പരിസ്ഥിതി സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തുക, വനം, തടാകം, നദികൾ, വന്യജീവികൾ എന്നിവയെ കാത്തുസൂക്ഷിക്കുക, ജീവനുള്ള എല്ലാത്തിനോടും അനുകമ്പ കാട്ടുക. പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം, ജീവനുള്ള എല്ലാത്തിനോടും അനുകമ്പ കാണിക്കുക, അതും മൗലിക കടമയാണ്. മനുഷ്യർക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളത്. ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും, അതിനോടൊക്കെ നമ്മൾ അനുകമ്പ കാണിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൗലിക കടമയാണ്. 7ാമത്തത്. 8ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ പോയിന്റ്. മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക, ശാസ്ത്രബോധം വളർത്തുക. ആർട്ടിക്കിൾ 51A H, അത് അടിവരയിട്ട് പഠിക്കണം. ശാസ്ത്രബോധം വളർത്തുക. ശാസ്ത്രബോധമില്ലായ്മയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിന്തുടരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്രയും വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ജനത എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ദുർമന്ത്രവാദത്തിൻ്റെയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ മനുഷ്യക്കുരുതികൾ പോലും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാൻ ഇടയാകുന്നു. അതിന് പരിഹാരമെന്നോണം 51A H പ്രതിപാദിക്കുന്ന ശാസ്ത്രബോധം വളർത്തുക, മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക, അതും പൗരന്റെ കടമയാണ്. 9ാമത്തെ നോക്കൂ, 51A I പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കാൻ, അത് ജനങ്ങളുടെ എല്ലാമാണ്.
ഓരോ പൗരനും അവകാശമുണ്ട്. നമുക്ക് സർക്കാരിനോട് ദേഷ്യം തോന്നുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുക, ബസ്സും ട്രെയിനുകളും കത്തിക്കുക, തെരുവിളക്കുകൾ എറിഞ്ഞു പൊട്ടിക്കുക, ഇതൊക്കെ ഒരു കാരണവശാലും ചെയ്യരുത്. മൗലിക കടമാ ലംഘനമാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. 10ാമത്തത് ആർട്ടിക്കിൾ 51A ജെ, എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാജ്യത്തിന്റെ ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവര് ആ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരു എഞ്ചിനീയർ അയാളുടെ മേഖലയിൽ, ഒരു ഡോക്ടർ അയാളുടെ മേഖലയിൽ, ഒരു അധ്യാപകൻ അയാളുടെ മേഖലയിൽ, ഓരോരുത്തർ പ്രവർത്തിക്കുന്ന ആ എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി മികവ് പുലർത്തിക്കൊണ്ട് അത് രാജ്യത്തിന്റെ ഉത്കൃഷ്ടതയ്ക്ക് ആക്കം കൂട്ടും. അങ്ങനെ രാജ്യത്തിന്റെ ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയത്. ഇനി 11ാമത്തത് 86ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആർട്ടിക്കിൾ 51A 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പോ 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അത് അവരുടെ മൗലിക കടമയാണ്. സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞു ടോപ്പിക്കായിരുന്നു ഇത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. ഏതു പരീക്ഷയ്ക്ക് പോയാലും 1 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് പ്രയോജനപ്പെടും എന്ന് എൻ്റെ ഉത്തമ വിശ്വാസമാണ്. കാരണം ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണെങ്കിലും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിരവധി പരീക്ഷകളുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നിരവധിയല്ല, എല്ലാ പരീക്ഷകളിലെയും സിലബസിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഡിഗ്രി ലെവലായിക്കോട്ടെ, 10ാം ക്ലാസ് ലെവലായിക്കോട്ടെ, അതുപോലെ തന്നെ LGS ലെവലായിക്കോട്ടെ, ഏത് ലെവൽ പരീക്ഷക്കാർക്കും ഇത് പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന ഹൈപ്പർപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കുക, കഠിനാധ്വാനം തുടർന്നുകൊണ്ടേയിരിക്കുക. തളരാത്ത ആത്മബലവും തകരാത്ത നിശ്ചയദാർഢ്യവും നിലയ്ക്കാത്ത പരിശ്രമവുമായി വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.